അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഫ്ളലി റസൂലില്ലാഹി അമ്മാ ബഅദു ഫഊസിക്കും വഇയ്യായ ബിത്തഖ്വല്ലാഹ്. ത്വലാഖ് കൊണ്ടോ ഭർത്താവിൻ്റെ മരണം കൊണ്ടോ മറ്റോ പിരിയുന്ന പെണ്ണിന് താമസ സൗകര്യവുമായി ബന്ധപ്പെട്ട് ഒരല്പം പറയാം. നമ്പർ 1, ത്വലാഖ് ചൊല്ലപ്പെട്ട പെണ്ണിൻ്റെ താമസത്തിന് സൗകര്യം ചെയ്തു കൊടുക്കുക എന്നുള്ളത് 3 ത്വലാഖ് ചൊല്ലപ്പെട്ട പെണ്ണാണെങ്കിലും റജഈയായ പെണ്ണാണെങ്കിലും ഗർഭിണിയാണെങ്കിലും അല്ലെങ്കിലുമൊക്കെ ഭർത്താവിൻ്റെ മേൽ നിർബന്ധമാണ് എന്ന് ഫത്ഹുൽ മൊയ്ൻ 408 പേജിൽ കാണാം. അപ്പോൾ ഭർത്താവ് താൻ ത്വലാഖ് ചൊല്ലിയ പെണ്ണിന് താമസ സൗകര്യം ചെയ്തു കൊടുക്കൽ നിർബന്ധമാണ്. അത് വലൗബി ഉജ്റത്തിൻ, അത് വാടകയ്ക്ക് സൗകര്യം ചെയ്തു കൊടുത്താലും മതി, ഇവൻ്റെ ഉടമസ്ഥതയിലുള്ള ഏതെങ്കിലും വീട്ടിൽ സൗകര്യം ചെയ്തു കൊടുത്താലും മതി, അത് നിർബന്ധമാണ്. അതുപോലെ തന്നെയാണ് വഖദ യജിബു സുക്നാലിൽ മുതവഫ അൻഹ സൗജുഹ മിൻ തരികത്തി സൗജിഹൽ മയ്യിത്തി, മരണപ്പെട്ട ഭർത്താവിൻ്റെ തെരിക്കത്തിൽ നിന്ന്, അനന്തര സ്വത്തിൽ നിന്ന് അവൻ്റെ ഭാര്യയ്ക്ക് താമസിക്കാൻ ഇദ്ദ കഴിയുന്നത് വരെ സൗകര്യം ചെയ്തു കൊടുക്കുക എന്നുള്ളതും നിർബന്ധമാണെന്ന് ഫത്ഹുൽ മൊയ്ൻ 408 പേജിൻ്റെ 7 വരിയിൽ നിന്നും തഖ്രീറിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം. ഇങ്ങനെയൊക്കെ ത്വലാഖ് ചൊല്ലപ്പെട്ട പെണ്ണോ ഭർത്താവ് മരണപ്പെട്ട പെണ്ണോ താമസ സ്ഥലത്ത് തന്നെ നിൽക്കണോ, പുറത്തു പോകാൻ പറ്റുമോ എന്നുള്ളതുമായുള്ള 1-2 കാര്യങ്ങളാണ് ഇനി പറയുന്നത്. വഫാത്തിൻ്റെ ഇദ്ദയിരിക്കുന്ന പെണ്ണ് എവിടെയാണോ ഭർത്താവ് അവൾക്ക് താമസ സൗകര്യം ചെയ്തു കൊടുത്തിരുന്നത് അതേ സ്ഥലത്ത് തന്നെ മുലാസമത്ത് നിർബന്ധമാണ്. ഒരു കാരണവശാലും മറ്റൊരിടത്തേക്ക് പോകാൻ പാടില്ല എന്നാകുന്നു നിയമം. ഇത് ഫത്ഹുൽ മൊയ്നിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി 3 ത്വലാഖ് ചൊല്ലപ്പെട്ട പെണ്ണാണെങ്കിലോ ആ ത്വലാഖിൻ്റെ സമയത്തും എവിടെയായിരുന്നോ ഇദ്ദ കഴിയുന്നത് വരെ അവിടെ തന്നെ നിൽക്കണം എന്നാകുന്നു യഥാർത്ഥ നിയമം. റജഈയത്തായ പെണ്ണ് 1-2 ത്വലാഖ് ചൊല്ലപ്പെട്ട പെണ്ണാണെങ്കിലും ഭർത്താവിൻ്റെ സമ്മതമില്ലാതെ പുറത്തു പോകരുത് എന്ന നിയമം ഫത്ഹുൽ മൊയ്ൻ 408 പേജിൽ തഖ്രീർ സഹിതം 4 വരിയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം. പുറത്തിറങ്ങേണ്ടി വരുന്ന, വഫാത്തിൻ്റെ ഇദ്ദയിൽ തന്നെ പുറത്തിറങ്ങേണ്ടി വരുന്ന അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ പുറത്തു പോകാം എന്ന് പറയുന്നുണ്ട്. അത്യാവശ്യം ജോലികൾക്ക് വേണ്ടിയിട്ട് പുറത്ത് പോകേണ്ടി വരുമ്പോൾ, അതുപോലെ തന്നെ തൻ്റെ വീടിൻ്റെയോ മറ്റോ മേൽ ഭയമുണ്ടാകുമ്പോൾ, ആശങ്കയുണ്ടാകുമ്പോൾ, തനിക്കോ തൻ്റെ അഭിമാനത്തിനോ എന്തെങ്കിലും അഭിമാനക്ഷയമുണ്ടാകും എന്ന് പേടിക്കുമ്പോൾ, ഇത്തരം സാഹചര്യങ്ങളിലും നിർബന്ധ സാഹചര്യങ്ങളിലുമൊക്കെ അവർക്ക് പുറത്തു പോകാം. അതൊന്നുമില്ലാതെ തന്നെ അയൽപക്കത്തിലേക്ക് സംസാരിക്കാനും മറ്റു കാര്യങ്ങൾക്കുമൊക്കെ പുറത്തു പോകാം, ഉടനെ തന്നെ തിരിച്ചു വരണം എന്ന നിയമങ്ങളൊക്കെ ഫത്ഹുൽ മൊയ്നിൽ പറഞ്ഞിട്ടുണ്ട്. റജഈയത്തായ പെണ്ണ്, 1-2 ത്വലാഖ് ചൊല്ലപ്പെട്ട പെണ്ണ് ഗർഭിണി അല്ലെങ്കിലും അവൾക്ക് ഭക്ഷണം കൊടുക്കൽ നിർബന്ധമാണ് എന്ന് തുഹഫത്തുൽ മുഹ്താജ് 8-ാം വാള്യം 333 പേജിൽ കാണാം. ഗർഭിണിയാണെങ്കിലും ഇത് നിർബന്ധമാണ് എന്ന് വ്യക്തമാണല്ലോ. തുഹഫ 8-335 പറഞ്ഞിട്ടുണ്ട്. 3 ത്വലാഖ് കൊണ്ടോ ഖുൽഉ കൊണ്ടോ ഫസ്ഖ് കൊണ്ടോ ബായിനായി പിരിഞ്ഞ പെണ്ണാണെങ്കിൽ അവൾ ഗർഭിണിയല്ലെങ്കിൽ ചെലവും കൊടുക്കേണ്ടതില്ല, വസ്ത്രവും കൊടുക്കേണ്ടതില്ല, താമസ സൗകര്യം ചെയ്തു കൊടുക്കൽ നിർബന്ധമാണ് എന്ന് തുഹഫ 8-334 കാണാം. ഇനി 3 ത്വലാഖ് കൊണ്ടോ ഖുൽഉ കൊണ്ടോ ഫസ്ഖ് കൊണ്ടോ പിരിഞ്ഞ പെണ്ണ് ഗർഭിണിയാണെങ്കിലോ ഗർഭം പ്രസവിച്ച് ഇദ്ദ തീരുന്നത് വരെ അവൾക്ക് ചെലവ് കൊടുക്കലും നിർബന്ധമാണ്, വസ്ത്രം കൊടുക്കലും നിർബന്ധമാണ്, അവൾക്ക് താമസ സൗകര്യം ചെയ്തു കൊടുക്കലും നിർബന്ധമാണെന്ന് തുഹഫ 8-ാം വാള്യം 334 പേജിലുണ്ട്. ഇത് കാലം കഴിഞ്ഞു പോയത് കൊണ്ടോ ആ ഇദ്ദയുടെ ഇടയ്ക്ക് വെച്ച് അവൻ മരിക്കുന്നത് കൊണ്ടോ പോലും ഈ കൊടുക്കേണ്ട ബാധ്യത തീരില്ല എന്നും അവൾക്ക് കിട്ടേണ്ടത് കിട്ടുക തന്നെ ചെയ്യണം എന്നും തുഹഫ
8ാം വാള്യം 334 പേജിൻ്റെ അവസാന വരിയിൽ ഉണ്ട്. ഇനി വഫാത്ത് കൊണ്ട് ഇദ്ധയിരിക്കുന്ന, ഭർത്താവ് മരിച്ചതിൻ്റെ പേരിൽ ഇദ്ധയിരിക്കുന്ന പെണ്ണാണെങ്കിൽ അവൾ ഗർഭിണി അല്ലെങ്കിൽ ചെലവും നിർബന്ധമില്ല, ഒന്നും വസ്ത്രവും അവൾക്ക് നിർബന്ധം ഇല്ല എന്നാകുന്നു നിയമം. നേരെ മറിച്ച് ഗർഭിണിയാണെങ്കിലോ എന്നാലും അവൾക്ക് ചെലവോ മറ്റോ നിർബന്ധമാകുന്നില്ല. ഫലാ തജിബു നഫഖത്തുൻ വലാ മൂനത്തുല്ലി മുഅ്തദത്തി വഫാത്തിൻ, വഫാത്തിൻ്റെ ഇദ്ധരിക്കുന്ന പെണ്ണിന് നഫക്കയോ മറ്റു ചെലവുകളോ ഒന്നും നിർബന്ധമാകുന്നില്ല എന്ന് ബഹുമാനപ്പെട്ട തുഹഫത്തുൽ മുഹ്താജ് 8ാം വാള്യം 335 പേജിൽ നിന്നും വ്യക്തമാകും. അതുപോലെ തന്നെയാണ് തലാഖ് ചൊല്ലപ്പെട്ട റജയിയായ പെണ്ണായിരുന്നു, ഭർത്താവ് മരിച്ചു, വഫാത്തിൻ്റെ ഇദ്ധയിലേക്ക് നീങ്ങി, എന്നാലും ഇപ്രകാരം തന്നെയാണ് എന്ന് ഷെർവാനി 8ാം വാള്യം 335 പേജിൽ കാണാം. ഇനി ഇത്ക്ക് ചെയ്യപ്പെട്ടതായ പെണ്ണ് അവൻ്റെ മംലൂക്കായിരുന്നു, ഹാമില് ഗർഭിണിയായിരുന്നു, എന്നാലും ചെലവ് വേണ്ട എന്ന് മുഗ്നിൽ മുഹ്താജ് ഷെർവാനി ഉദ്ധരിക്കുന്നു. 8ാം വാള്യം 335 പേജിൽ കാണാം. ശുഭത്തിൻ്റെ വത്തുയിൽ ഇദ്ധയിരിക്കുന്നതായ പെണ്ണിന് ആ വത്ത് ചെയ്തവനോ ഭർത്താവോ ആരും ചെലവ് കൊടുക്കേണ്ടതില്ല എന്ന് കാണുന്നുണ്ട്. വിവാഹം ചെയ്യപ്പെട്ട അടിമ പെണ്ണാണെങ്കിൽ ആരാണ് ചെലവ് കൊടുക്കേണ്ടത്? ഉടമയായ വ്യക്തി തന്നെയാണോ അതോ ആ ഭർത്താവോ? ഭർത്താവിൻ്റെ മേലാണ് ചെലവ് കൊടുക്കൽ നിർബന്ധം, ഉടമക്കല്ല എന്ന് ഫതുഹുൽ മുയിൻ പ്രത്യേകം ഈ മുഅ്നിൻ്റെ ബാബിൽ പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. ഇന്ന് നടക്കുന്നതുമായൊക്കെ ഒരുപാട് വ്യത്യസ്തമായ രീതികളാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത് എന്നർത്ഥം. ഞാൻ വിശദമായി പറയുന്നില്ല. അല്ലാഹു തആല നമുക്കൊക്കെ നാഫിയായ ഇൽമും അള്ളാഹിൻ്റെ പൊരുത്തത്തിനായി ആഫിയത്തോടെ അമലിനുള്ള തൗഫീഖും നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.